വൈറ്റില ഹബ്ബിലേക്കുള്ള റോഡിൽ നിറയെ കുണ്ടും കുഴിയും. വൈറ്റില ഡിവിഷൻ കൗൺസിലർ സുനിത കുഴിയുടെ സമീപം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ആസിഫ് മുഹമ്മദ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആസിഫ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? വിവരങ്ങൾ. തീർച്ചയായും പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം ആ ഒരു റോഡിൻ്റെ അവസ്ഥ ഒന്ന് നമുക്ക് നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ വൈറ്റില ഹബ്ബിലേക്കുള്ള റോഡാണ്, വൈറ്റില മെട്രോ സ്റ്റേഷന് സമീപത്തുള്ള റോഡാണ്. ആ റോഡ് മുഴുവൻ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. ഇതാണ് ഈ ഒരു പ്രദേശത്തെ അവസ്ഥ. കാരണം വാഹനങ്ങൾക്ക് പലപ്പോഴും കടന്നു പോകാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഈ വലിയ കുണ്ടും കുഴിയും താണ്ടി വേണം വാഹനങ്ങൾ കടന്നു പോകാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ കുറേ നാളായി ഈ ഒരു റോഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് അനുവദിച്ച് കഴിഞ്ഞതാണ്. അങ്ങനെ പിന്നീട് കരാറുകാരടക്കമുള്ളവർ ഈ ഒരു റോഡ് പണിയാതെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യമാണ് ഈ കൗൺസിലർ പറയുന്നത്. കൗൺസിലർ അതുകൊണ്ട് തന്നെയാണ് കൗൺസിലർ സുനിത ഡിക്സൺ ഒരു അരമണിക്കൂറിലധികമായി അവർ ഇവിടെ വന്ന് കുത്തിയിരിക്കുകയാണ്. കാരണം ഇന്ന് രാവിലെ ഇവർ ഇവിടെ എത്തിയ സമയത്ത് ഈ റോഡിൽ കൂടി മുഴുവൻ ചെളി നിറയുകയും അങ്ങനെ ഈ വാഹനങ്ങൾ നിന്ന് ചെളി ഇവിടെ യാത്രക്കാർക്ക് ദേഹത്തേക്ക് അടക്കം തെറിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് താനും ആ ഒരു വിഷമതകൾ അനുഭവിക്കണം. ഈ ഒരു കാര്യം നിരവധി തവണ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നടപടി ഉണ്ടാകുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുറന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഒരു പ്രശ്നം നേരിട്ട് കണ്ട് അതിനെ തുടർന്നാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ഒരു കൊച്ച കുഴിയിൽ വീണു, ഒരു കൊച്ചു ഇന്റർവ്യൂനോ എങ്ങനെയോ നല്ല വെൽ ഡ്രസ്സിൽ ജോലിക്കാണോ ഇന്റർവ്യൂനാണോ എന്നറിയില്ല, പോകുമ്പോൾ ആ കൊച്ചിന്റെ മുഖത്തോട്ട് ചെളി തെറിക്കുന്നത്. ആ കൊച്ചിന് ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത രീതിയിൽ ആ ഡ്രസ്സ് മൊത്തം ചെളി നിറഞ്ഞു. ആ ഒരു അവസ്ഥയിൽ ഞാനിവിടെ വെള്ള ഡ്രസ്സും ധരിച്ച് മിടുക്കിയായിട്ട് നടക്കുന്നതിൽ ഒരർത്ഥമില്ല. ഞാനും അവരെ പോലെ ഇവിടെ ഇരുന്ന് അവരുടെ ദുരിതം ജനങ്ങളിലേക്കും നാട്ടുകാരിലേക്കും ഭരണപക്ഷത്തേക്കും പ്രതിപക്ഷത്തേക്കും ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും ഞാനിത് അറിയിക്കുകയാണ്. കാരണം ഇത് 2 കൊല്ലത്തോളം ഈ റോഡ് ഇങ്ങനെ മോശമായി കിടക്കണം. CSML ഫണ്ട് കൊടുത്തിട്ടുള്ളതാ. ആ ഫണ്ട് ഉപയോഗിച്ച് കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥരും കാണിക്കുന്ന അനാസ്ഥയാണ്. ഹബ്ബ് അതോറിറ്റി ഒരു ഇടപെടലും ഇതിൽ ഇടപെടുന്നില്ല. കാരണം ഒരു പുതിയ റോഡ് അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരത് അടച്ച് പേ ആൻഡ് പാർക്ക് ആക്കിയിരിക്കുകയാണ്. പേ ആൻഡ് പാർക്ക് ആക്കാനല്ല CSML ഫണ്ട് ഉപയോഗിച്ച് നമ്മളവിടെ റോഡ് പണിതേക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഹബ്ബ് അതോറിറ്റിയാണ്. ഹബ്ബ് അതോറിറ്റി എത്രയും പെട്ടെന്ന് ഈ പണി ചെയ്യിപ്പിക്കണം. ഹബ്ബിന് കോർപ്പറേഷനാണ് ഇതിന്റെ ഫണ്ട് ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ളത്. CSML അത് 1 കൊല്ലമായി കൊടുത്തിട്ട്. തീർച്ചയായിട്ടും 1 കൊല്ലത്തിന്റെ അടുത്തായി. എങ്ങും തൊടാതെ 5-8 മാസം കഴിഞ്ഞു അവർക്ക് ഈ ഫണ്ട് കൊടുത്തിട്ട്. പണി തുടങ്ങിയിട്ടും ഒരു 9 മാസമെങ്കിലായിട്ടുണ്ട്. അപ്പോൾ അനാസ്ഥയാണ് ഇതിന് കാരണം, അനാസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതിനൊരു നടപടി എത്രയും പെട്ടെന്ന് ഭരണാധികാരികൾ എടുത്തായിരുന്നു. നമുക്ക് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. വാഹനങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ കുലുങ്ങി തന്നെ പോകുന്ന ഒരു സാഹചര്യം. കാരണം വലിയ കുഴികളാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ കാറ് ഇറങ്ങി വരുന്ന ആ കുഴി നോക്കിയാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ വലിയ കുഴികൾ താണ്ടി വേണം ഇത്തരത്തിൽ ഹബ്ബിലേക്ക് വാഹനങ്ങൾ പോകാൻ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് പണം അനുവദിച്ചിട്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാത്തതാണ് ഈ ഒരു പ്രശ്നം എന്നുള്ള കാര്യമാണ് നാട്ടുകാരടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ഈ ബസ് ഡ്രൈവർമാർ അടക്കമുള്ളവർ, ജീവനക്കാരടക്കമുള്ളവർ ഇവിടെയുണ്ട്. ചേട്ടാ, ഇത് എത്ര കാലമായി? അവർക്ക് അവിടെ പണിയാന്ന് പറഞ്ഞത് എന്തോരം ഞങ്ങളുടെ വണ്ടിയുടെ ലീഫൊക്കെ ഓടിഞ്ഞിട്ടിരിക്കുന്നു. ഇവിടെ എത്ര വണ്ടിയാണ് ദിവസം ഇത് തന്നെയാണ്, നിസ്സാരമല്ല. എത്ര കാലമായി? ഇതിപ്പോ 2-4 മാസം കഴിഞ്ഞ്. അവിടെ മാത്രം ചെയ്യും, ഇങ്ങോട്ട് ചെയ്യൂല അവര്. ഡെയിലി അല്ലെ കുറച്ച് കുഴി സാധനം ഇടും, നേരം എടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ഒഴുകി പോയി. ഞങ്ങൾ പറഞ്ഞു വരില്ല, ടോള് പിടിക്കാൻ തയ്യാറുണ്ട്. ഇവരൊക്കെ ടോള് പിടിക്കും. വണ്ടി ഇത് പണിയൂല, റോഡ് പണിയൂല ഇവിടെ കിടന്ന്. അത്രക്കുള്ള മോശം വൃത്തികേട് കാണിക്കണേ. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധമാണ് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും പറ്റുന്നുണ്ട്. നമുക്കിവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. അവരോട് കൂടി ചോദിക്കാം. കാരണം അവർ ഇതിൻ്റെ ഒരു വലിയ ദുരന്തം അനുഭവിക്കുന്ന ആളുകളാണ്. ചേട്ടാ, ഇതിപ്പം സ്ഥിരം നിങ്ങൾ ഈ വഴി വാഹനം ഓടിക്കുന്ന ആളുകളാണ്? സ്ഥിരം ഓടിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഈ സ്റ്റാൻഡിൽ 80 വണ്ടികളാണ്. 80 വണ്ടിക്കാർ ഈ വഴി ഓടി. ശരിക്കും ഒരു 30 രൂപ ഓട്ടം അവിടെ വരെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരോട് നടന്നു പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. ഈ കുണ്ടും കുഴിയും ചാടിയാൽ പോകണം. അങ്ങനെ വണ്ടി തവിട് ഓടിയാൽ പോയി. ശരിക്കും പറഞ്ഞാൽ വാഹനം ഓടിക്കാൻ പറ്റില്ല. അതുപോലെ വൈറ്റില എന്ന് പറഞ്ഞ് ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ മഴ പെയ്ത് വെള്ളമില്ലാത്തതുണ്ട്. മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടന്ന് ഇതിലും വലിയ ബുദ്ധിമുട്ടാണ്. ഈ കാണുന്ന പോലല്ല. തീർച്ചയായും ഈ കൗൺസിലറും നാട്ടുകാരും അടക്കം സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക്
ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കണമെങ്കിൽ മഴ പെയ്താൽ ഈ കുഴികൾ കാണുന്ന സാഹചര്യം ഉണ്ടാകില്ല. മുഴുവൻ കുഴികളും നിറഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. പിന്നീട് ആ കുഴികളിലേക്ക് വന്ന അപ്രതീക്ഷിതമായി ബൈക്കുകൾ അടക്കം ചാടിക്കഴിഞ്ഞാൽ വലിയ അപകടമുണ്ടാകും. അത്തരത്തിൽ അപകടം ഇന്ന് രാവിലെ അടക്കം ഉണ്ടായി എന്നുള്ള കാര്യമാണ് കൗൺസിലർ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇന്നലെ പെയ്ത മഴയിൽ ഈ ഒരു പ്രദേശത്ത് ആ കുഴികളെല്ലാം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന സാഹചര്യമായിരുന്നു. ആ കുഴികളിലേക്ക് വന്ന് വാഹനങ്ങൾ വീഴുകയും വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടാകുകയും ചെയ്തു. വാഹനങ്ങൾ ഇത്രയും വലിയ ബസ് അടക്കമുള്ളവ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആ കുഴിയുടെ ഒരു വലിപ്പം മനസ്സിലാവും. സ്വാഭാവികമായും വെള്ളം ഇപ്പോൾ രാവിലെ മുതൽ തന്നെ കൗൺസിലർ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. നമ്മളോട് സംസാരിച്ച ബസ് ജീവനക്കാരാണെങ്കിലും ഓട്ടോറിക്ഷ തൊഴിലാളികളാണെങ്കിലും അല്ലെങ്കിൽ ആ പാത ഉപയോഗിക്കുന്ന എല്ലാവരും അവരുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ഇന്നിപ്പോൾ ഈ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അധികാരികൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഈ കൗൺസിലറുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ജനപ്രതിനിധികളോ അതല്ലെങ്കിൽ നഗരസഭാ ജീവനക്കാരോ ആരെങ്കിലും ഇടപെട്ടു അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടു എന്നുള്ള തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നോ? നമുക്കത് കൗൺസിലറോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ നിലവിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ CSMലോ മറ്റു അറിയിക്കുകയോ മറ്റു നടപടികളിലേക്ക് പെട്ടെന്ന് പോകണമെന്ന് അറിയിക്കുകയോ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഹബ് അതോറിറ്റീനെ അറിയിച്ചിട്ടുണ്ട്, കോൺട്രാക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമല്ലല്ലോ ഇത് ശരിക്കും. കാരണം ശരിക്കും CSMൽ ഫണ്ട് ഓൾറെഡി കൊടുത്തതുമാണ്. തീർച്ചയായിട്ടും അത് മേയർ തന്നെ മുൻകൈ എടുത്താണ് അത് തന്നത്. അത് നമുക്ക് പറയാതെ പറ്റില്ല. കാരണം മേയർക്ക് ആ ദയനീയാവസ്ഥ പറഞ്ഞപ്പോൾ തന്നെ മേയർ അത് അവരോട് സഹകരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഫണ്ട് കൊടുത്തേക്കണതാ. അപ്പം അത് ഇവർ തുടങ്ങിയതുമാണ്, പണി തുടങ്ങിയതുമാണ്. പിന്നീട് അങ്ങ് നിർത്തുകയായിരുന്നു. ഇപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്, 2 ആളെ വെച്ച് 3 ആളെ വെച്ച് പണി നടക്കുന്നുണ്ട്. അതല്ലല്ലോ നമുക്ക് ആവശ്യം. ഫണ്ട് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ കണ്ട ഈ തിരക്ക് കണ്ട മനസ്സിലായ ഈ രോഷം ജനങ്ങൾ ഏത് രീതിയിലാണ് പ്രകടിപ്പിക്കണേന്ന് നമുക്കറിയാൻ പറ്റില്ല. അവരൊന്നും പറയാൻ പറ്റില്ല. കണ്ട ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ കണ്ട റേസായിട്ട് പോണത്, അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വണ്ടി 10-15 രൂപ കൊടുത്താണ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടത്. അതായത് ഇത് മേയർ അടക്കമുള്ളവർ മുൻകൈ എടുത്താണ് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് CSML അധികൃതരുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഒരു കൊല്ലത്തിന് മുമ്പ് തന്നെ ഫണ്ട് അത് പാസ്സാക്കുകയും ചെയ്തു. പിന്നീട് കരാറുകാർ ഇത്തരത്തിൽ പണിയെടുക്കാതെ അത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതാണ് ഈ ഒരു പ്രശ്നം ഇത്രയും രൂക്ഷമാകാൻ കാരണമെന്നുള്ള കാര്യമാണ് കൗൺസിൽ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത്. ഏതായാലും മഴയുകൂടി പെയ്താൽ ഇത് വലിയ രീതിയിൽ ഈ ഒരു പ്രശ്നം അത് രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഈ ഒരു പ്രതിഷേധവുമായി കൗൺസിലർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ ആവശ്യമായുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഹബ്ബ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ തങ്ങളുടെ പ്രതിഷേധം തുടരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഹബ്ബ് അധികൃതരും ഈ കൗൺസിലറും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകൾക്കും കാറുകൾക്കും അടക്കം ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വരുന്നത് വലിയ ഭീഷണിയാണ്. കാരണം ഇരുചക്ര വാഹനങ്ങളും വലിയ വെള്ളം കൂടി നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് കുഴിയിലേക്ക് പെട്ടുപോകാനും വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് കടക്കാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. അല്പം മുമ്പ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചതാണ് നിരവധി തവണ ബൈക്ക് അടക്കമുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ഈ ഒരു പ്രദേശത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഏതായാലും അത് ഈ ഒരു റോഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അത് യാത്രായോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൗൺസിലർ ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. എന്താണെങ്കിലും കൊച്ചിയിലുള്ളവർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പാത കൂടിയാണ് ഈ വൈറ്റില ഹബ്ബിലേക്കുള്ള റോഡ്. അവിടെയാണ് ഇത്തരത്തിലുള്ള കുണ്ടും കുഴിയും. ഫണ്ട് അനുവദിച്ചിട്ടും അതിൽ കൃത്രിമത്വം നടത്തുന്നു, അല്ലെങ്കിൽ കരാറുകാർ അതിൽ വേഗത്തിൽ പണി പൂർത്തിയാക്കുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കൗൺസിലർ സുനിതയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കുത്തിയിരിപ്പ് പ്രതിഷേധം അവിടെ നടക്കുന്നത്. ആ ഭാഗത്തേക്കുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളാണെങ്കിലും ബസ് ജീവനക്കാരാണെങ്കിലും എല്ലാവരും ഈ ഒരു വിഷയത്തിൽ കടുത്ത നിലപാട് അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് അറിയിക്കുകയും ചെയ്തത്. മഴ കൂടി പെയ്യുന്നതോടുകൂടി ഈ റോഡിൻ്റെ അവസ്ഥ ഇനിയും ദുസ്സഹമായി തീരും എന്നാണ് ഇവർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നത്. പ്രതിഷേധം എന്താണെങ്കിലും പുരോഗമിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. കരാറുകാരുടെ ഈ ഒരു മെല്ലപ്പോക്കിനെതിരെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ശബ്ദം ഉയരേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു വിഷയം. ഇപ്പോൾ എന്താണെങ്കിലും കൗൺസിലറുടെ ഈ സമരം, ഈ കുത്തിയിരിപ്പ് പ്രതിഷേധം അത് എത്രയും വേഗം ഫലം കാണട്ടെ എന്നുകൂടി നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ വാർത്തയെ എത്തിക്കുകയാണ്. ആസിഫ് വിവരങ്ങൾ നൽകിയത്.